പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 11-ാം അധ്യായം 29 മുതൽ 30 വരെയുള്ള തിരുവചനങ്ങളിൽ ഈശോ ഇപ്രകാരമാണ് സംസാരിക്കുക. ഞാൻ ശാന്തശീലനും വിനീത ഹൃദയനുമാകയാൽ എൻ്റെ നുകം വഹിക്കുകയും എന്നിൽ നിന്ന് പഠിക്കുകയും ചെയ്യുവിൻ, അപ്പോൾ നിങ്ങൾക്ക് ആശ്വാസം ലഭിക്കും. എന്തെന്നാൽ എൻ്റെ നുകം വഹിക്കുവാൻ എളുപ്പമുള്ളതും ചുമട് ഭാരം കുറഞ്ഞതുമാണ്. ശാന്തതയോടെ വിനയത്തോടെ ഈശോ നമ്മളെ ചിലത് പഠിപ്പിക്കുകയാണ്. ഈശോ തരുന്ന നുകം ഈശോ വഹിച്ചതുപോലെ നമ്മളും വഹിക്കണം എന്നതാണ് ഈ തിരുവചനത്തിൻ്റെ പൊരുൾ. ഈ നുകത്തിന് ഭാരം കുറവായതിനാൽ വഹിക്കുവാൻ എളുപ്പമാണെന്ന് അവിടുന്ന് നമ്മളെ പഠിപ്പിക്കുന്നു. വിശുദ്ധ അഗസ്റ്റിൻ തൻ്റെ പ്രസംഗത്തിൽ ഈ തിരുവചനത്തെ വളരെ ഭംഗിയായി വ്യാഖ്യാനിക്കുന്നത് ഇങ്ങനെയാണ്: ഈശോ തരുന്ന നുകത്തിന് ഭാരം കുറവാണ്, കാരണം ആ നുകം സ്നേഹം കൊണ്ടാണ് മെനയപ്പെട്ടിരിക്കുക. സ്നേഹമുള്ളിടത്ത് ഭാരം അനുഭവപ്പെടുകയില്ല. എന്നാൽ സ്നേഹം ഇല്ലാത്തിടത്ത് ഈ ഭാരം നമ്മളെയും ഭാരപ്പെടുത്തും. എന്നാൽ നമ്മുടെ നുകങ്ങൾക്ക് ഭാരം കൂടുന്നത് അവിടെ സ്നേഹം ഇല്ലാത്തതുകൊണ്ടാണ്. കുടുംബ ബന്ധങ്ങളിലും സൗഹൃദങ്ങളിലും ഭാരം അനുഭവപ്പെടുന്നു എന്ന് നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ അവിടെ സ്നേഹമല്ല, വിശുദ്ധ അഗസ്റ്റിൻ്റെ ഭാഷയിൽ ഡിസോർഡേർഡ് ലവ്, ക്രമം തെറ്റിയ സ്നേഹമാണ് നമ്മളെ ഭരിക്കുന്നത്. നമ്മുടെ സ്നേഹത്തിന് ദൈവം നിശ്ചയിച്ച ക്രമം നഷ്ടപ്പെടുമ്പോൾ പിന്നീട് എന്തു ചെയ്താലും ഉള്ളിൽ ഒരു ഭാരവും അസ്വസ്ഥതയും അനുഭവപ്പെടും. ഇന്ന് ദിവ്യകാരുണ്യ സന്നിധിയിൽ ഈശോ നമ്മളോടിങ്ങനെ പറയും: നീ എൻ്റെ സ്നേഹത്തിൽ വ്യാപരിച്ചാൽ പിന്നെ ഒന്നും നിന്നെ ഭാരപ്പെടുത്തുകയില്ല. ദിവ്യകാരുണ്യനാഥൻ്റെ മുമ്പിൽ നാം വഹിക്കുന്ന ഭാരത്തെ നമുക്ക് ഇപ്പോൾ സമർപ്പിക്കാം. ക്രമം നഷ്ടപ്പെട്ട അവസ്ഥകളിൽ പരിശുദ്ധാത്മാവ് നമ്മളിൽ നിറയപ്പെടട്ടെ. ഇതാ, തിരുവോസ്തിരുവനായ ഈശോ തരുന്ന ഭാരം കുറഞ്ഞ നുകം നമുക്കും അവകാശപ്പെട്ടതാണ്. ഈ തിരുവചനം കേൾക്കുന്നവരുടെ കുടുംബങ്ങളിൽ, വ്യക്തിജീവിതങ്ങളിൽ ഈശോയുടെ ആത്മാവ് നിറയട്ടെ. എല്ലാറ്റിനെയും ക്രമപ്പെടുത്തുന്ന കർത്താവിൻ്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളെയും നയിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.